ഹലോ. പിന്നെ നമ്മളൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നേ. അതിനടുത്ത് തന്നെയായിരുന്നു പാർക്കെന്ന് പതുക്കെ പറഞ്ഞാലൊന്നും പോരാ, അത്രയ്ക്ക് അടിപൊളി വലിയ പാർക്കായിരുന്നു അത്. അവിടെ അഡൾട്ട്സിനും ചിൽഡ്രൻസിനും ഒക്കെ ആയിട്ട് പ്രത്യേകം പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് സ്കേറ്റിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ. അവിടെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് ഈ സ്കേറ്റിംഗ് ചെയ്യും. ഇതൊന്നും പോരാനിട്ട് നമുക്ക് നടക്കാനും ഇരിക്കാനുമായിട്ട് വേറെയും കുറേ സ്പേസ് ഉണ്ടായിരുന്നു. ഈ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ പാർക്കിൻ്റെ നടുക്കൊരു വലിയ ലേക്കുണ്ട്. അതിന് ചുറ്റുമാണ് ഈ പാർക്ക് കെട്ടിയിട്ടേക്കുന്നത്. അറൗണ്ട് ഒരു 3 to 4 കിലോമീറ്റേഴ്സ് ഉണ്ട് മൊത്തത്തിൽ. ഇവിടെ ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റീസിൽ ബിസി ആയിരിക്കും. ചിലർ ജോഗിങ് ആയിരിക്കും ചെയ്യുന്നത്, ചിലർ ഫാമിലി ആയിട്ട് വരും, കുട്ടികളൊക്കെ ആയിട്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ പോയ ആ ടൈം വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അതിൻ്റെ ആഘോഷമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ വലിയ സംഭവമാണ്. ഇനി നമുക്ക് കുറച്ച് മ്യൂസിക് കേൾക്കാം. അങ്ങനെ ഒരുപാട് നേരം നടന്ന് തളർന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി റിലാക്സ് ചെയ്യാനായിട്ട് ഒരിടത്ത് ഇരുന്നു. ഇവിടെ ഒരാൾക്ക് ഇരിപ്പുറയ്ക്കാനില്ല, ഒരേ ബഹളം. പിന്നെ അവളെയും കൂടെ നടക്കാൻ ഇറങ്ങി. കുറച്ച് നടന്നപ്പോഴത്തേക്ക് വീണ്ടും ആൾ തളർന്നു. പിന്നെ എടുക്കണമെന്നായി, പിന്നെ എടുത്തിട്ടുകൊണ്ട് നടപ്പായി. പോകുന്ന വഴിക്ക് ഒരു ബേബിയെ കണ്ടായിരുന്നേ. ഇസുന് ഭയങ്കര ഇഷ്ടമാണ് ബേബീസിനെയൊക്കെ. അങ്ങനെ ആ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പോവുമായിരുന്നു. ബേബി എന്ന്. അങ്ങനെ കൈയൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ. ആദ്യമൊന്നും കുഞ്ഞ് കൈയൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആയപ്പോൾ ആളും ഇണങ്ങി ഭയങ്കര കമ്പനിയായിരുന്നു രണ്ടുപേരും കൂടി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടി തന്നെ നടക്കൽ. ആ ലേക്ക് ഫുള്ള് കറങ്ങി നമ്മളങ്ങ് പോയാൽ മാത്രമേ എക്സിറ്റ് എത്തത്തുള്ളൂ. പിന്നെ അവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, കഷ്ടിച്ച് നടക്കാം. പിന്നെ നമ്മളിങ്ങനെ എക്സിറ്റ് എത്താറായപ്പോഴത്തേക്ക് ഒരു അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു സ്കേറ്റിംഗ് ഗ്രൗണ്ട്, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല അടുത്ത് വലുതായിട്ട് കാണാം. പിറ്റേന്നൊരു കല്യാണം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ടാറ്റാ.